പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 24. പ്രധാന വാർത്തകൾ. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെ ഊഷ്മള വരവേൽപ്പ്. സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇരുവരും ചർച്ച നടത്തി. ഉന്നതതല പ്രതിനിധികളും സന്നിധരായിരുന്നു. മയക്കുമരുന്ന് കടത്തിയ സംഭവത്തിൽ പ്രവാസി അറസ്റ്റിൽ. ബാത്തിന പോലീസ് കമാൻഡ് നർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധനയിൽ 130 പാക്കറ്റിലധികം ഹാഷിഷ് കണ്ടെത്തി. പ്രതി ഏഷ്യൻ രാജ്യക്കാരനാണ്. ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു. ദിവസങ്ങൾക്കിടെ നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 2 ദിവസത്തെ ഔദ്യോഗിക UAE സന്ദർശനം പൂർത്തിയാക്കി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് മടങ്ങിയെത്തി. ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതും ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതുമായിരുന്നു സുൽത്താന്റെ UAE സന്ദർശനം. UAE പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഊഷ്മള സ്വീകരണമാണ് സുൽത്താന് നൽകിയത്. ഉപപ്രധാനമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ സുൽത്താനെ അനുഗമിച്ചു. UAEയും ഒമാനും തങ്ങളുടെ നിലപാടുകൾ സ്ഥിരീകരിച്ച് സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. മേഖലയിലെ എല്ലാ രാജ്യങ്ങൾക്കും ജനങ്ങൾക്കും മുഴുവൻ ലോകത്തിനും സ്ഥിരത, സുരക്ഷ, സമൃദ്ധി എന്നിവ ആവശ്യപ്പെടുന്നതായിരുന്നു പ്രസ്താവന. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുത കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്തതിന് 2 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ബുറൈമി ഗവർണറേറ്റിലെ മഹ്ദ വിലായത്തിൽ റോയൽ ഒമാൻ പോലീസ് നടത്തിയ പരിശോധനയിൽ തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച പ്രവാസികൾ അറസ്റ്റിലായി. വിവിധ ഭാഗങ്ങളിൽ നിന്നായി 25 പേരെയാണ് പിടികൂടിയത്. മഹ്ദ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുമായി സഹകരിച്ചായിരുന്നു പരിശോധന. പിടിയിലായവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ഗവർണറേറ്റുകളിൽ നിന്നും തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച നിരവധി പ്രവാസികളെ പിടികൂടിയിരുന്നു. ഏഷ്യൻ രാജ്യക്കാരുൾപ്പെടെയുള്ളവരെയാണ് അറസ്റ്റിലാക്കിയത്. ആസന്നമായ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മതേതര ജനാധിപത്യ വിശ്വാസികൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് PDPയുടെ പ്രവാസി സംഘടനയായ PCF സലാല സെൻട്രൽ കമ്മിറ്റി അഭ്യർത്ഥിച്ചു. BJPയുടെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് ഭരണകൂടം ഉയർത്തുന്ന വെല്ലുവിളിയാണ് ഈ തിരഞ്ഞെടുപ്പിലെ സുപ്രധാന വിഷയം. രാജ്യത്തിൻ്റെ ഭരണഘടനയും മതേതരത്വവും ബഹുസ്വരതയും നിലനിൽക്കുക എന്നത് അനിവാര്യമാണെന്നും അവർ പറഞ്ഞു. ഒമാനിലെ ഏറ്റവും വലിയ കൊടിമരം അൽ ഖുവൈറിൽ വരുന്നു. അൽ ഖുവൈർ സ്ക്വയർ എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി മസ്കത്ത് നഗരസഭയുടെ കീഴിൽ ജിൻഡാൽ ഷദീദ് അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയുമായി സഹകരിച്ചാണ് നടപ്പിലാക്കുന്നത്. മിനിസ്ട്രി സ്ട്രീറ്റിൽ 18,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ വിവിധ വിനോദ സൗകര്യങ്ങൾ, കായിക സംവിധാനങ്ങൾ, കുടുംബങ്ങളെയും കുട്ടികളെയും ആകർഷിക്കുന്ന നിരവധി സോണുകൾ തുടങ്ങിയ ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പദ്ധതി ഒരുക്കുകയെന്ന് അധികൃതർ അറിയിച്ചു. നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചതായും ഈ വർഷം ഒക്ടോബറോടെ പദ്ധതി പൂർത്തീകരിച്ച് നവംബറിൽ ദേശീയ ദിനാഘോഷ വേളയിൽ ഉദ്ഘാടനം ചെയ്യാനുമാണ് അധികൃതർ ലക്ഷ്യം വെക്കുന്നത്. പദ്ധതി പ്രഖ്യാപന ചടങ്ങിൽ മസ്കത്ത് ഗവർണർ സയ്യിദ് സഊദ് ബിൻ ഹിലാൽ അൽ ബുസൈദി, ജിൻഡാൽ ഷദീദ് അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി CEO ഹർഷ ഷെട്ടി എന്നിവർ ധാരണാപത്രം കൈമാറി. ഒമാൻ UAE റെയിൽവേ പദ്ധതി ഇനി ഹഫീത്ത് റെയിൽ എന്ന പേരിൽ അറിയപ്പെടും. പദ്ധതി നടപ്പാക്കൽ ഘട്ടത്തിലേക്ക് കടന്നതായി ഹഫീത്ത് റെയിൽ CEO അഹമ്മദ് അൽ മുസാവ അൽ ഹാഷിമി വ്യക്തമാക്കി. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് UAE സന്ദർശിക്കുന്നതിനോടനുബന്ധിച്ച് അബുദാബിയിൽ നടന്ന UAE ഒമാൻ ബിസിനസ് ഫോറത്തിന്റെ ഭാഗമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പങ്കാളികൾ തമ്മിലുള്ള കരാറുകൾ, ഒരു ടീമായി പ്രവർത്തിക്കുന്ന ഇരു രാജ്യങ്ങളിലെയും കമ്പനികൾ ഉൾപ്പെടുന്ന UAE ഒമാനി സഖ്യം തുടങ്ങി നിരവധി വ്യക്തമായ നടപടികൾ ഇതിനകം സ്വീകരിച്ചു. ഉയർന്ന സുരക്ഷയിലും കാര്യക്ഷമതയിലുമാണ് റെയിൽവേ പ്രവർത്തിക്കുന്നതെന്നും പാരിസ്ഥിതിക ഗതാഗത മാർഗമാണ് റെയിൽവേ എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മസ്ജിദ് സന്ദർശിച്ചു.
വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ അദ്ദേഹത്തെ അനുഗമിച്ചു. ഇസ്ലാമിക സംസ്കാരം പരിചയപ്പെടുത്തുന്നതിലും ലോകത്തെ വിവിധ സംസ്കാരങ്ങൾക്കിടയിൽ ധാരണയുടെ പാലങ്ങൾ നിർമ്മിക്കുന്നതിലും ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് സെന്ററിന്റെ വിലപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും സന്ദർശന സംഘം മനസ്സിലാക്കി. സന്ദർശന വേളയിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖിനെ അനുഗമിച്ച നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരും പ്രതിനിധി സംഘവും പങ്കെടുത്തു. തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിൽ കഴിഞ്ഞ ആഴ്ചയിൽ പെയ്ത മഴയിൽ തകർന്ന് മഹൂത്ത് ഷന്നാഹ് റോഡിന് പകരം താൽക്കാലിക പാതയൊരുക്കി. മുദൈറ, വാദി അൽ സെയിൽ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പാതയാണ് താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്നതെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഇരുവശങ്ങളിലേക്കും വാഹനങ്ങൾക്ക് കടന്നു പോകാവുന്ന മൺപാതയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് വിവിധ ഗവർണറേറ്റുകളിൽ തകർന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കുന്ന പ്രവൃത്തികളും പുരോഗമിക്കുകയാണ്. റോഡുകളിലേക്ക് വീണ പാറകളും മണ്ണും നീക്കുന്ന പ്രവർത്തനങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. വിവിധ വിലായത്തുകളിലെ റെസിഡൻഷ്യൽ ഏരിയകളും സൈറ്റുകളുമാണ് ശുചീകരണം നടന്നുവരുന്നത്. ചൂണ്ടുവിരലിൽ മഷി പുരളാൻ ഇനി ഒരു ദിനം മാത്രം. വോട്ടർ ഐ.ഡിയും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുമുള്ള അനേകം പേർ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനാവാതെ പ്രവാസ ലോകത്ത് കഴിയുന്നു. തെരഞ്ഞെടുപ്പുകളിൽ പലതിനും നാട്ടിൽ പോകാൻ കഴിയാത്തവരാണ് പ്രവാസത്തിലെ ഭൂരിഭാഗവും. വോട്ട് ചെയ്യാനുള്ള രേഖകളെല്ലാം ഉണ്ടായിട്ടും 30 വർഷത്തിനിടെ ഒരിക്കൽ പോലും വോട്ട് ചെയ്യാത്ത ഗൾഫുകാരുമുണ്ട്. പ്രവാസി വോട്ടവകാശത്തിന് വേണ്ടി സമരവും പോരാതെ കോടതി വഴിയുള്ള ഇടപെടലും ആവശ്യപ്പെട്ട് പ്രവാസി സംഘടനകൾ മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇപ്പോഴും കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ അതങ്ങനെ നിൽക്കുകയാണ്. പ്രവാസികളിൽ ഭൂരിപക്ഷവും വ്യക്തമായ രാഷ്ട്രീയവും അതിലേറെ രാജ്യത്തെക്കുറിച്ചുള്ള ആകുലതയും പേറുന്നവരാണ്. ആര് ജയിക്കണം, ആരെ ജയിപ്പിക്കണം എന്നുള്ള തിരിച്ചറിവ് വ്യക്തമായി കൊണ്ടു നടക്കുന്നവരാണ്. ഓരോ സാഹചര്യങ്ങളും സൂക്ഷ്മം നിരീക്ഷിച്ചു പോവുകയും തങ്ങളുടെ കുടുംബങ്ങളുടെ വോട്ട് ഈ കക്ഷിയുടെ സ്ഥാനാർത്ഥിക്ക് രേഖപ്പെടുത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രവാസ ലോകത്ത് തെരഞ്ഞെടുപ്പ് കോലാഹലം സാമൂഹിക മാധ്യമങ്ങൾ കീഴടക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.